നമസ്കാരം. ടുഡേ അറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം. പൊന്നാനി എരമംഗലം KMM ഓഡിറ്റോറിയത്തിന് സമീപം ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ച അപകടം. പരിക്കേറ്റ എരമംഗലം സ്വദേശി റാഷിദിനെ നാട്ടുകാർ ചേർന്ന് പുത്തമ്പള്ളി KMM ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചു. ലോറിയും KSRTC ബസും കൂട്ടിയിടിച്ച് അപകടം. അപകടത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. മലപ്പുറം താനൂർ ജംഗ്ഷനിൽ വെച്ചാണ് അപകടം നടന്നത്. കാറിടിച്ച് പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന യുവാവ് മരിച്ചു. മലപ്പുറം ചങ്ങരംകുളം സ്വദേശി പ്രകാശനാണ് മരിച്ചത്. നന്നമുക്കം ശ്രായിക്കടവത്ത് നിർത്തിയിട്ട ബൈക്കിൽ നിയന്ത്രണം വിട്ട വന്ന കാർ ഇടിച്ചായിരുന്നു അപകടം. താനൂർ കസ്റ്റഡി കൊലപാതക കേസ് അന്വേഷണ ഭാഗമായി CBI സംഘം വീണ്ടും താനൂരിലെത്തി. പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കി 1 മാസത്തിന് ശേഷമാണ് ശാസ്ത്രീയ തെളിവ് ശേഖരണത്തിനായി DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തിയത്. വനപാതയിൽ ആദിവാസികൾ സഞ്ചരിച്ച ഓട്ടോറിക്ഷയ്ക്ക് മുന്നിലൂടെ റോഡ് കുറുകെ കടന്ന് കടുവ നടന്നു നീങ്ങി. വഴിക്കടവ് ആനമറി ഫോറസ്റ്റ് ക്വാർട്ടേഴ്സിന് സമീപം പുഞ്ചൻകൊല്ലി കോളനിയിലേക്കുള്ള വനപാതയിലാണ് കടുവ ഇറങ്ങിയത്. 25 അടി താഴ്ചയുള്ള കിണറ്റിൽ വീണ പശുക്കുട്ടിയെ മലപ്പുറം അഗ്നിരക്ഷാ സേന രക്ഷിച്ചു. ഊരകം സ്വദേശി ആലിപ്പറമ്പിൽ മുബീറിന്റെ 8 മാസം പ്രായമായ പശുക്കുട്ടിയാണ് വീടിന് സമീപത്തെ ഒഴിഞ്ഞ പറമ്പിലെ കിണറ്റിൽ അബദ്ധത്തിൽ വീണത്. AR നഗർ പഞ്ചായത്തിലെ മുഴുവൻ സ്കൂളുകളുടെയും പരിസരവും ചുറ്റുപാടുമുള്ള വ്യാപാര സ്ഥാപനങ്ങളും പുകയില മുക്തമാക്കി പ്രഖ്യാപിക്കുന്നു. ഗ്രാമപഞ്ചായത്തിലെ 13 സ്കൂളുകളാണ് പുകയില ലഹരി മുക്തമാക്കുന്നത്. ചങ്ങനംകുളത്ത് ആലങ്ങോട് കക്കിടിപ്പുറം റോഡിൽ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. ഭൂമിക്കടിയിൽ നിന്ന് പൈപ്പ് പൊട്ടി ഉറവ പോലെ മീറ്ററുകളോളം ദൂരത്തിൽ പരന്നൊഴുകുകയാണ്. അധികൃതരെ വിവരം അറിയിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. എടവണ്ണ അരിക്കോട് കൊയിലാണ്ടി സംസ്ഥാന പാതയിൽ കല്ലിടുമ്പിൽ റോഡ് തകർന്നു. അപകട ഭീഷണി കാരണം നാട്ടുകാർ ഇവിടെ താൽക്കാലിക മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഒരുക്കി. എടക്കരയിൽ ബൈപ്പാസിന്റെ നിർമ്മാണം പുരോഗതിയിൽ. CNG റോഡിലെ കാലാസാഗർ ജംഗ്ഷനിൽ നിന്ന് തുടങ്ങി മേനോൻപൊട്ടി വഴി കാറ്റാടിയിലെ മലയോര ഹൈവേയിലേക്ക് എത്തിച്ചേരുന്ന രീതിയിലാണ് ബൈപ്പാസ് പണിയുന്നത്. ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.